ഫ്രീ ആയിട്ട് ടോയ്ലറ്റ്സ് വരുന്നു. അപ്പോൾ അതിനകത്തിപ്പോൾ വന്ദേ ഭാരത് എന്ന് പറയാൻ കാര്യം വെച്ചാൽ പണ്ടൊരു ട്രെയിൻ വരും ആരും സെൽഫി എടുക്കാറില്ല. ഇന്നൊരു ട്രെയിൻ വരുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കുന്നു, അഭിമാനത്തോടെ അതിനകത്ത് യാത്ര ചെയ്യുന്ന അകത്തിരിക്കുന്ന ഫോട്ടോ ഇടുന്നു. പണ്ട് തന്നെ ഇവിടുന്ന് എറണാകുളം വരയ്ക്കുന്ന സ്ത്രീകൾ പലരും ഒന്ന് മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോകില്ല. എറണാകുളത്ത് എങ്ങനെയെങ്കിലും സാധാരണ ട്രെയിനിലും അത്തരം വൃത്തിയും സൗകര്യങ്ങളും ഇത്രമാത്രം പൈസ ചെലവില്ലാതെ കൊണ്ടുവരേണ്ട ഒരു കാര്യം കൂടി നിർബന്ധമായും എന്തിനാ ആ ട്രെയിനിൽ ഇന്നവരെ സാധാ ട്രെയിനിനകത്ത് കേരളം വിടൂ, കേരളത്തിനോട്ട് പുറത്തോട്ട് തണുപ്പുള്ള നമുക്കൊരു ബ്ലാങ്കറ്റ് ഇല്ല, ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇപ്പോഴല്ലേ ഇത് ശരിയാവുന്നത്? ടോയ്ലറ്റിലൊന്നും കയറാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യ പ്രശ്നമുണ്ട് ഇതിനകത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്ന നന്മ കൊണ്ടെന്നേ പറ്റൂ. അത് ഇപ്പം കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയില്ല, നരേന്ദ്രമോദി അത് പറയുന്നു. ഇല്ല, നാളെ വേറൊരു സർക്കാർ വരുന്നു, അല്ലെങ്കിൽ ഇത് മുമ്പ് ചെയ്ത നല്ലതുണ്ടെങ്കിൽ നല്ലതാണ് ആര് ചെയ്താലും. ഞാൻ പറയും ഇത്തരം എല്ലാ രംഗങ്ങളിലും കംപ്ലീറ്റ് മാറ്റം കൊണ്ടുവരണം. ഈ വന്ദേ ഭാരത് മാത്രമല്ല, മൊത്തം ട്രെയിനുകളെ മാറ്റണം. ട്രെയിൻ എന്തിനാ? റെയിൽവേ സ്റ്റേഷൻ ആലോചിക്കൂ, ബസ് സ്റ്റാൻഡുകൾ ആലോചിക്കൂ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പൈസ കൊടുത്ത് റൂം എടുത്തല്ലാതെ അബ്സല്യൂട്ട്ലി പൈസ കൊടുത്താൽ പോലും നമ്മൾ റെയിൽവേ സ്റ്റേഷന് ചുറ്റുമുള്ള ലോഡ്ജുകൾ ആർക്കും കയറാൻ പറ്റൂ. അവിടെ അതേ പറഞ്ഞത് ഈ സംവിധാനം വഴി. അതെന്തുകൊണ്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്.